നാരായണായ നമ. സ്വാമിയെ ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വിഷയം ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ജാതകർ, അതായത് ഭരണി നക്ഷത്രം 1 മുതൽ 4 വരെയുള്ള പാദങ്ങളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ആ പാദങ്ങളിൽ ജനിക്കുമ്പോൾ ആ രീതിയിൽ ജനിക്കുമ്പോഴുണ്ടാകുന്ന ഫലങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണി നക്ഷത്രക്കാർക്ക് മേടമാണ് ജന്മരാശി. മേടം രാശിയുടെ അധിപനായ ചൊവ്വയുടെ ഒരു സ്വഭാവമുണ്ട്. ചൊവ്വയ്ക്ക് ഒരു കടുത്ത രീതിയിലുള്ള ഒരു പട്ടാള സ്വഭാവം എന്ന് പറയാം. അതുപോലെ തന്നെ അത് ആ ജാതകർക്ക് മനസ്സിനും പെരുമാറ്റത്തിലുണ്ടായിരിക്കും. ജാതകർക്ക് അതേ ഒരു സ്വഭാവം, ചൊവ്വയുടെ ആ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. നക്ഷത്രാധിപൻ ശുക്രനായതുകൊണ്ട് ശരീരപ്രകൃതം സുന്ദരവും മൃദുലവും ശൃംഗാരപ്രധാനവുമായിരിക്കും എന്നുള്ളതാണ്. കൂടുതൽ വിവരണത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. ഭരണി ജാതകരുടെ പെരുമാറ്റത്തിൽ ഒരു അധികാര പ്രൗഢിയും ഗാംഭീര്യവും ഉള്ളവരായിരിക്കും. വലിയ അഭിമാനികളായതുകൊണ്ട് തന്നെ ആരുടെയും മുന്നിൽ തലകുനിക്കുകയോ ആർക്കും കീഴടങ്ങുകയോ ചെയ്യുന്ന ഒരു പ്രകൃതക്കാരും ആയിരിക്കുകയില്ല ഭരണി നക്ഷത്ര ജാതകർ. ഈ നക്ഷത്രക്കാർ പൊതുവെ സ്വാർത്ഥരായിരിക്കും. കൂടാതെ സങ്കുചിത മനോഭാവികളുമാണ്. ചൊവ്വയുടെ പ്രഭാവം ഉള്ളതിനാൽ പ്രവർത്തനങ്ങളിൽ വീണ്ടും വിചാരമില്ലാതെ ഏർപ്പെടും. ഒരു കാര്യവും നോക്കാതെ, ഒരു കാര്യവും ചിന്തിക്കാതെ ഓരോ കാര്യത്തിലും പോയി ഇറങ്ങി ഇടപെടും എന്നുള്ളതാണ്. ബിസിനസ്, വിവാഹം തുടങ്ങിയ അതിപ്രധാനമായ കാര്യങ്ങളിലൊക്കെ ഭരണി നക്ഷത്ര ജാതകർ ആവേശമായിട്ടാണ് എടുക്കാറുള്ളത്, ആവേശമായിട്ടാണ് അതിനകത്ത് പ്രവർത്തിക്കാറുള്ളത്. ബന്ധുക്കളുമായിട്ടുള്ള വലിയ രീതിയിലുള്ള അടുപ്പം കാണുകയില്ല. അടുക്കുവാനോ അല്ലെങ്കിൽ ഇടപഴകുവാനോ ഭരണി ജാതകർക്ക് വലിയ വിഷമമുള്ള ഒരു നക്ഷത്രമാണ്. ആയതിനാൽ തന്നെ ബന്ധുജനങ്ങളുമായിട്ടുള്ളൊരു ബന്ധം അത്രയ്ക്ക് ദൃഢമായിരിക്കുകയില്ല എന്ന് തന്നെ പറയാം. ഇനി ആവശ്യമുള്ളതോ ഇല്ലാത്തതോ ആയ കാര്യങ്ങൾ, അതിപ്പോൾ ചെറുതായിരുന്നാലും വലുതായിരുന്നാലും ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും അങ്ങനെ ഉള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. ഏത് സമയത്തും ചെറിയ രീതിയിലാണ് വലിയ രീതിയിലാണെങ്കിലും അങ്ങനെയുള്ള പ്രവൃത്തികൾ വെറുതെ ഇരിക്കുന്നൊരു സ്വഭാവം ഇല്ല എന്നുള്ളതാണ്. ഏത് മേഖലകളിലും ഉത്തരവാദിത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ്. എന്നാൽ തന്നെയും അങ്ങനെ പ്രവർത്തിച്ച് വരികയും ഒടുവിൽ ജാതകർ മറ്റുള്ളവരുടെ ശത്രുതയ്ക്ക് പാത്രമാകുന്നു. അതിപ്പോൾ സഹപ്രവർത്തകരുടെ ആവാം, സുഹൃത്തുക്കളുടെ ആവാം, മേലധികാരികളുടെ ആവാം. അങ്ങനെയുള്ള രീതിയിൽ ശത്രുത വരുത്തി വയ്ക്കും. ജോലിയെല്ലാം കറക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അവസാനം പഴി കേൾക്കേണ്ട ഒരു സാഹചര്യം വരികയും അത് ശത്രുതയ്ക്ക് വഴിതെളിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മാനസിക നിയന്ത്രണം വളരെ കുറവായിരിക്കും. ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെ വലിയ ചിന്തകൾ ഉള്ള ആൾക്കാരാണ്. അതിലൊക്കെ ഉയർന്നു വരണമെന്ന് ആഗ്രഹമുള്ളവരാണ്. ആഗ്രഹിച്ചാൽ തന്നെ അതിനൊന്നും സാധിക്കാതെ വരുന്നതാണ്. സന്താനങ്ങളോടും കുടുംബത്തോടൊക്കെ വലിയ പ്രതിപത്തി കാണിക്കുന്ന നക്ഷത്രക്കാരാണ്. ഉദയരാശിയിൽ ജനിച്ച ജാതകർക്ക് ദ്വിഭാര്യ യോഗം ഉണ്ടായിരിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഭരണി നക്ഷത്ര ജാതകരായ സ്ത്രീകൾക്ക് ഇതേപോലെ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, പറഞ്ഞ ഗുണങ്ങൾ തന്നെ ഉണ്ടായിരിക്കും. അതുകൂടാതെ കൂടുതലായിട്ട് ഭരണശക്തിയും മേധാവിത്വവും സ്ത്രീത്വവും വശീകരണ ശക്തിയും ഈ ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകളിൽ കൂടുതലായി കാണും. കൂടാതെ വൈരാഗ്യവും പിടിവാശിയും ഇവരിൽ കൂടുതലായി വരുന്ന ഒരു ഗുണങ്ങളാണ്. ലഗ്നാധിപനായ ചൊവ്വയും നക്ഷത്രാധിപനായ ശുക്രനും 5ാം ഭാവത്തിൻ്റെ അധിപനായ രവിയും 9ൻ്റെ അധിപനായ വേഴനുമാണ് ഭരണി നക്ഷത്ര ജാതകത്തിന് അല്ലെങ്കിൽ ജാതകക്കാർക്ക് നല്ല ഫലങ്ങൾ നൽകുന്ന ഗ്രഹങ്ങൾ എന്ന് പറയാം. ആയതിനാൽ ഭരണി നക്ഷത്ര ജാതകരിൽ ഈ ഗ്രഹങ്ങളുടെ പ്രഭാവം നിമിത്തം സവിശേഷതകൾ വന്നു ചേരുന്നതായിരിക്കും, സവിശേഷതകൾ ഉണ്ടായിരിക്കുന്നതാണ്.
ജാതകത്തിൽ ഈ പറഞ്ഞ ഗ്രഹങ്ങൾ ശുഭസ്ഥാനത്താണെങ്കിൽ, ശുഭസ്ഥാനത്ത് ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ദശാകാലങ്ങളിലും അപകാരകാലങ്ങളിലും നക്ഷത്ര ദിവസങ്ങളിലും വളരെ വലിയ ശുഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. വ്യാഴം 9ാം ഭാവാധിപനായതിനാൽ പരാജയം സംഭവിക്കും എന്ന അവസ്ഥ വന്നു ചേരുമെങ്കിലും അവസാന നിമിഷം വരെയും പരാജയപ്പെടും എന്നുള്ളൊരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കലും, എന്നാൽ അവിചാരിതമായ കാര്യസിദ്ധിയും ഉയർച്ചയും ഉണ്ടാകും, അവസാന നിമിഷത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അത് 9ാം ഭാവാധിപനായ വ്യാഴം ചെയ്യുന്നതാണ്. ഗ്രഹങ്ങളുടെ സഞ്ചാരപഥമായ 360 ഡിഗ്രി വരുന്ന രാശിചക്രത്തെ 27 നക്ഷത്ര മേഖലകളായി വിഭജിച്ചിരിക്കുന്നു. അതിൽ 2ാമത്തെ നക്ഷത്ര മേഖലയാണ് ഭരണി എന്ന് പറയുന്നത്. അതായത് വ്യക്തമായിട്ട് പറയുമ്പോൾ മേടം രാശിയിൽ 13 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 26 ഡിഗ്രി 40 മിനിറ്റ് വരെയുള്ളതാണ് ഭരണി നക്ഷത്രം എന്ന് പറയുന്നത്. ആ സമയത്ത് ജനിക്കുന്ന ശിശുക്കൾക്ക് ഭരണി നക്ഷത്രമായിരിക്കും. സ്ഥൂല ദൃഷ്ടിയിൽ ഭരണി നക്ഷത്രം ആകാശപ്പരപ്പിൽ 3 നക്ഷത്രങ്ങൾ ചേർന്ന് ത്രികോണാകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇനി 1ാം പാദത്തിൽ ജനിച്ച ഭരണി നക്ഷത്രത്തിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഭരണി നക്ഷത്രം 1ാം പാദത്തിൽ ജനിച്ചാൽ അഭിമാനിയായിട്ടുള്ള ഒരാളായിരിക്കും. ഭംഗിയുള്ള കണ്ണുകളും ഭംഗിയുള്ള പുരികവും ഉള്ള ഒരാളും വീതിയുള്ള നെറ്റിയോട് കൂടിയും വളർച്ചയുള്ള ശരീരത്തോടു കൂടിയവനും ആയിരിക്കും എന്നുള്ളതാണ് ഫലം പറയുന്നത്. 1ാം പാദത്തിൽ തന്നെ ആദ്യ പകുതിയിൽ ജനിക്കുന്നത് അധികവും പുരുഷപ്രജ ആവാനാണ് സാധ്യത. 1ാം പാദത്തിൻ്റെ 2ാം പകുതിയിൽ ജനിച്ചവർ ഹ്രസ്വശരീരരും തെക്ക് പടിഞ്ഞാറായിട്ടുള്ള സ്ഥലത്ത് ജനിക്കാൻ വിധിയുള്ളവരും ആയിരിക്കും എന്നുള്ളതാണ്. ഭരണി 2ാം പാദത്തിൽ ജനിച്ചാൽ 15 നാഴിക മുതൽ 30 നാഴിക വരെയുള്ള സമയം തീരെ ശരീരത്തിനോട് ചേർന്ന് ഒട്ടിയ വയറുള്ള ശരീരപ്രകൃതിയും തുല്യ ദൈർഘ്യമില്ലാത്ത കൈകൾക്ക് ഉടമകളും സംസാരപ്രിയരും മൃദുവായ ശരീരമുള്ളവരും ആയിരിക്കും. ആദ്യ പകുതിയിൽ ജനിച്ചവർ ആ ജനന സമയം മുതൽ കുറച്ച് നാളത്തേക്ക് ആദ്യം മെലിഞ്ഞ ശരീരപ്രകൃതിയാണെങ്കിലും പിന്നീട് ശരീരം തടിച്ച് വരുന്നതായിരിക്കും. 2ാം പകുതിയിൽ മിക്കവാറും സ്ത്രീ പ്രജകളായിരിക്കും ജനിക്കുക എന്നുള്ളതാണ്. ഭരണി നക്ഷത്രത്തിൻ്റെ 3ാം പാദത്തിൽ ജനിച്ചാൽ 30 നാഴിക മുതൽ 45 നാഴിക വരെ അങ്ങനെ ജനിച്ചവരുടെ ഭാര്യയുടെ പ്രകൃതം അനുകൂലമായിരിക്കുകയില്ല, പ്രതികൂലമായ പ്രകൃതമായിരിക്കും. കുളത്തിനോട് ചേർന്നിട്ടുള്ള ഗൃഹത്തിൽ വസിക്കുവാനോ അല്ലെങ്കിൽ അവിടെ ജനിക്കുവാനോ ഒക്കെ ഉള്ള വിധി വരുന്ന ഒരു ഇതായിരിക്കും 3ാം പാദത്തിൽ ജനിച്ച ഭരണി നക്ഷത്ര ജാതകർക്ക്. ഭരണി 4ാം പാദത്തിൽ ജനിച്ചാൽ 45 നാഴിക മുതൽ 60 നാഴിക വരെ സൗന്ദര്യമില്ലാത്ത മുഖം ആയിരിക്കും, മൃഗസാദൃശ്യമായ മുഖമായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. പ്രസംഗകൻ ആകാൻ ഉള്ള യോഗ്യതയുള്ള ഒരാളായിരിക്കും. മഞ്ഞ നിറം കലർന്ന ദൃഢമായ ശരീരം ഉള്ള ഒരാളായിരിക്കും. ഉഷ്ണരോഗങ്ങൾ വന്ന് പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരാളായിരിക്കും. മറ്റുള്ളവരെ ഹിംസിക്കുന്ന സ്വഭാവം, അസത്യപ്രിയനായിരിക്കും, പാപസ്വഭാവിയും ഉഗ്രസ്വഭാവിയും ആയിരിക്കും എന്നുള്ളതാണ് അവിടെ വരുന്ന ഫലം. 4ാം പാദത്തിൽ ജനിച്ച ഭരണി നക്ഷത്രം ജനിക്കുമ്പോൾ വീട് തെക്ക് പടിഞ്ഞാറെ തെരുവിൽ കിഴക്കോട്ട് ദർശനമുള്ള വീട്ടിൽ ജനിക്കുവാനാണ് വിധി. ഇത് സ്ത്രീയാണെങ്കിൽ സമുദായത്തിൽ ബഹുമാനിക്കപ്പെടുകയും കലഹപ്രിയയും ദുഷ്ടചിന്തയുള്ളവളും ഐശ്വര്യം കുറവായവളും പ്രതാപം നശിച്ചവളും മലിനവസ്ത്രം ധരിക്കുന്നവളുമായിരിക്കും എന്നുള്ളതാണ് വിധിയിൽ. ഈ രീതിയിലാണ് വ്യത്യസ്ത പാദങ്ങളിൽ 1 മുതൽ 4 വരെയുള്ള പാദങ്ങളിൽ ജനിച്ച ഭരണി നക്ഷത്ര ജാതകരുടെ സ്വഭാവ ഗുണങ്ങൾ വരുന്നത്. വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.